രാഷ്ട്രീയ നേതാവും ഗുണ്ടാ തലവനുമായ മുക്താർ അൻസാരിയുടെ സംസ്കാരം അല്പസമയത്തിനകം ജന്മനാടായ ഖാസിപൂരിലെ മുഹമ്മദാബാദിൽ നടക്കും. കനത്ത പോലീസ് സുരക്ഷയിലാണ് മൃതദേഹം ഖാസിപൂരിൽ എത്തിച്ചത്. മൃതദേഹം സംസ്കരിക്കുന്ന സ്ഥലത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച നാട്ടുകാരെ പോലീസ് തടഞ്ഞു. ജയിലിൽ കഴിയവെയാണ് അൻസാരിയുടെ മരണം. യു.പിയിൽ കനത്ത ജാഗ്രത ഇപ്പോഴും തുടരുകയാണ്. വിവരങ്ങളുമായി അച്യുതനുണ്ട്. അച്യുതൻ, അൻസാരിയുടെ മരണം അതൊരു സ്ലോ പോയ്സണിങ്ങിൽ പതുക്കെ വിഷം കൊടുത്ത് കൊല്ലുകയായിരുന്നു എന്നൊക്കെയുള്ള ആക്ഷേപം അൻസാരിയുടെ ബന്ധുക്കൾക്കുണ്ടായിരുന്നു. ഇപ്പോൾ ജന്മനാടായ ഖാസിപൂരിൽ അല്പസമയത്തിന് സംസ്കാരം നടക്കാൻ പോവുകയാണല്ലോ. നാട്ടുകാരുടെ പ്രതിഷേധം ആ ഭാഗങ്ങളിലുണ്ടോ? കനത്ത സുരക്ഷയിലാണോ ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപികൃഷ്ണൻ, അല്പസമയത്തിനകം തന്നെ മുക്താർ അൻസാരിയുടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. നിലവിൽ കനത്ത സുരക്ഷയാണ് ഈ ഖാസിപൂരിലും പരിസര പ്രദേശങ്ങളിലും ഏർപ്പെടുത്തിയിരിക്കുന്നത്. കാരണം പൊതുവെ ഈ ഒരു കുടുംബം ഈ വിഷം കൊടുത്താണ് കൊലപ്പെടുത്തിയതെന്നൊരു ആരോപണം ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും ഒരു പ്രതിഷേധ സാഹചര്യങ്ങൾ, സംഘർഷ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ശക്തമായ സുരക്ഷ ഈ മേഖലയിലെല്ലാം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അല്പം മുൻപ് ഈ വീട്ടിലേക്ക് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന ഇടത്തേക്ക് നാട്ടുകാരടക്കം തള്ളിക്കയറുവാൻ ശ്രമിച്ചിരുന്നു. അത് പോലീസ് ഇടപെട്ടാണ് ഇപ്പോൾ സ്ഥിതി ശാന്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ പലതരത്തിലുള്ള നീക്കങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും അതെല്ലാം കണക്കെടുത്ത് സുരക്ഷ ഒരുക്കുന്നുണ്ട്. മകൻ അബ്ബാസ് അൻസാരി ഒരു ഹർജിയും സുപ്രീം കോടതി നൽകിയിരുന്നു. അത് പിതാവിന്റെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ തന്നെ അനുവദിക്കണം, അടിയന്തരമായി കേൾക്കണം എന്നൊരു ആവശ്യമായിരുന്നു ഉന്നയിച്ചത്. പക്ഷെ അത് ഇതുവരെയും പരിഗണിച്ചിട്ടില്ല സുപ്രീം കോടതി. എന്തായാലും അത്തരം വിഷയങ്ങൾ കൂടി മുൻപിലുണ്ട്. എന്തായാലും അല്പസമയത്തിനകം ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഹമ്മദാബാദിലാണ് ഇത് നടക്കുന്നത്. ഗോപികൃഷ്ണൻ. ശരി, അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്.